നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് സൂറത്തുൽ ബഖറയുടെ ആദ്യ ആയത്തുകൾ അതിൻ്റെ വിശദീകരണം പറയുന്നിടത്ത് മഹാനായ മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞതായി പറയുന്നുണ്ട്, അർബഉ ആയാത്തിൻ മിൻ അവ്വലി സൂറത്തുൽ ബഖറ ഫീ നഅത്തിൽ മുഅ്മിനീൻ. സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 4 ആയത്തുകൾ അത് സത്യവിശ്വാസികളെക്കുറിച്ച് അവരുടെ വിശേഷണങ്ങളെക്കുറിച്ച് പറയുന്ന ആയത്തുകളാണ്. അല്ലെ, സൂറത്തുൽ ബഖറ നമ്മൾ ഓതുന്നവരാണ്. സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 4 ആയത്തുകൾ മുഅ്മിനീങ്ങളുടെ നഅത്താണ് അതിൽ പറയുന്നത്. മുഅ്മിനീങ്ങളെ കുറിച്ച് അവരുടെ വിശേഷണങ്ങളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. വആയതാനി ഫീ നഅത്തിൽ കാഫിരീൻ. പിന്നെ വരുന്ന 2 ആയത്തുകൾ അതിൽ കാഫിറുകളുടെ സത്യനിഷേധികളുടെ വിശേഷണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നല്ലദീന കഫറു സവാഉൻ എന്നൊക്കെ തുടങ്ങുന്ന ആയത്തുകൾ അതിൽ അല്ലാഹു പറയുന്നത് കാഫിറുകളെ കുറിച്ച് അവരുടെ വിശേഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഅലൈക്കും അസ്സലാം. വ13 ഫിൽ മുനാഫിഖീൻ. എന്നാൽ പിന്നീട് വരുന്ന 13 ആയത്തുകൾ, പിന്നീട് വരുന്ന 13ഓളം ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആരെക്കുറിച്ചാണ്? മുനാഫിഖുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ വിഷയം പറഞ്ഞുകൊണ്ട് ശൈഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നതായി കാണാൻ സാധിക്കും, തനിച്ച സത്യനിഷേധികളെക്കാൾ കഠിനമാണ് കപടവിശ്വാസികളുടെ ശർറ് എന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞത് എന്ന് ആര് പറഞ്ഞു? ശൈഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലിഅന്നൽ മുസ്ലിമീന യഅരിഫൂനൽ കുഫാറ വയഖുദൂന ഹിദ്റഹും മിൻഹും. തനിച്ച സത്യനിഷേധികളായ ആളുകൾ അവരെ തിരിച്ചറിയാനും അതുപോലെ തന്നെ അവരിൽ നിന്ന് ജാഗ്രത സ്വീകരിക്കാനും ഒക്കെ ആർക്ക് സാധിക്കും? വിശ്വാസികൾക്ക് സാധിക്കും. വഅമ്മൽ മുനാഫിഖൂൻ. എന്നാൽ കപടവിശ്വാസികൾ മുനാഫിഖുകൾ ഫഹും യുസ്ഹിറൂനൽ ഇസ്ലാം. അവർ അവരുടെ ഇസ്ലാമിനെ പ്രകടമാക്കുന്നവരാണ്, ബാഹ്യമായി ഇസ്ലാം കൊണ്ടു നടക്കുന്നവരും. വയഖ്തഫൂന ബൈനൽ മുസ്ലിമീന വയുമാരിസൂന ശർറഹും ബൈനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്നുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ് മുനാഫിഖുകൾ. അതുകൊണ്ട് തന്നെ സത്യനിഷേധികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കാൾ, സത്യനിഷേധികൾ വഴി മുസ്ലിമീങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെക്കാൾ കഠിനമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ പുറമെ ഇസ്ലാം പ്രകടിപ്പിക്കുകയും ഉള്ളിൽ കുഫ്ർ ഒളിപ്പിച്ച് വെക്കുകയും ചെയ്ത് ജീവിക്കുന്ന മുനാഫിഖുകളായ ആളുകൾ ഉണ്ടാക്കുന്ന ഷർറ് എന്നാണ് ഷെയ്ഖ് ഫൗസാൻ ഇവിടെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംസാരത്തിലൂടെ കപടവിശ്വാസികളുടെ ലക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാനായി ഉദ്ദേശിക്കുന്നത്. പുറമെ ഇസ്ലാം പ്രകടിപ്പിക്കുകയും ഉള്ളിൽ അതില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് എന്ത് പറയുന്നത്? മുനാഫിഖ് എന്ന് പറയുന്നത്. അപ്പോ അവരെ കുറിച്ച്, അവരുടെ ലക്ഷണങ്ങൾ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം. എന്തിനു വേണ്ടി? ഒന്നാമത് നമുക്ക് ആ പറയപ്പെട്ട സ്വഭാവങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനും ആ കൂട്ടത്തിൽ നമ്മൾ ആകുന്നതിൽ നിന്ന് ജാഗ്രത പാലിക്കാനാണ്. രണ്ടാമത്തേതോ ഈ ഉമ്മത്തിലെ ആ രൂപത്തിലുള്ള ആളുകളെ കുറിച്ച് ധാരണയുണ്ടാകാനും അവരിൽ നിന്ന് ഉമ്മത്ത് ജാഗ്രത പാലിക്കാനും വേണ്ടിയാണ് ഈ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ വിശേഷണങ്ങളിൽ ഒന്നാമത്തേത് മറദുൽ ഖൽബ്. അവരുടെ ഹൃദയം രോഗബാധിതമായ ഹൃദയമായിരിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫീ ഖുലൂബിഹിം മറദ്, ഫീ ഖുലൂബിഹിം മറദ്. അവരുടെ ഹൃദയങ്ങളിൽ രോഗമാണ്, അവരുടെ ഹൃദയങ്ങളിൽ രോഗമാണ്. ഫസാദഹുമുല്ലാഹു മറദ. ആ രോഗം കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗത്തെ പിന്നെയും അധികമാക്കി കൊടുത്തു. വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. അവർ കളവാക്കുന്നത് കാരണത്താൽ, കളവ് പറയുന്നത് കാരണത്താൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും.
എന്താണ് ഹൃദയത്തിൽ രോഗമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം? ഹൃദയത്തിന് ബാധിക്കുന്ന രോഗം രണ്ട് തരത്തിലാണ്. ഒന്ന് മറദു ശുബ്ഹാത്ത്. മറദു ശുബ്ഹാത്ത്, ഈ സംശയങ്ങളുടെ പിന്നാലെയുള്ള പോക്കുണ്ടല്ലോ, ഈ ശുബ്ഹാത്തുകൾ, സംശയങ്ങൾ, അതിന്റെ ഊഹങ്ങൾ, ദീനിന്റെ വിഷയത്തിൽ അടിസ്ഥാനമില്ലാത്ത ഹക്കാണ് എന്ന് തോന്നിക്കാവുന്ന രൂപത്തിലുള്ള സംശയങ്ങൾ, ഈ സംശയങ്ങൾ ശുബ്ഹാത്ത്, അതിന്റെ രോഗം. രണ്ടാമത്തേത് മറദു ശഹവാത്ത്, വൈകാരികമായ ആഗ്രഹങ്ങൾ, ധനത്തോടുള്ള ആഗ്രഹം, അതുപോലെ തന്നെ സ്ത്രീകളോടുള്ള ആഗ്രഹം, ലൈംഗികമായ ആഗ്രഹങ്ങൾ എന്ന് തുടങ്ങിയിട്ടുള്ള ഷഹവാത്തിന്റെ രോഗം. ഇതൊക്കെ ഗ്രസിച്ച ഹൃദയങ്ങളായിരിക്കും ആർക്കുണ്ടാകുന്നത്? മുനാഫിക്കുകളായ ആളുകൾക്കുണ്ടാകുന്നത്. അപ്പോ ഇതാണ് അവരുടെ ഒരു ഒന്നാമത്തെ ഒരു വിശേഷണം. അവരുടെ ഹൃദയം രോഗബാധിതമായ ഹൃദയമായിരിക്കും. ഹൃദയം ശുബ്ഹാത്ത് കൊണ്ടും ഷഹവാത്ത് കൊണ്ടും രോഗാതുരമായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തേത് അത്തക്കബ്ബുർ വൽ ഇസ്തിക്ബാർ. മുനാഫിഖുകളുടെ രണ്ടാമത്തെ ലക്ഷണം അഹങ്കാരികളായിരിക്കും അവർ എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ്. മുനാഫിഖുകളായ ആളുകളോട് നിങ്ങൾ വരൂ, നിങ്ങൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചെയ്യും എന്ന് മുനാഫിഖുകളോട് പറയപ്പെട്ടാൽ ലൗവൗ റൂസഹും, അവർ അവരുടെ തല തിരിച്ചു കളയും. വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ, അവർ അഹങ്കാരം കാണിക്കുന്നവരായി അവരെ താങ്കൾക്ക് കാണാൻ സാധിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മുനാഫിഖുകളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് എന്ത്? അവർ അഹങ്കാരികളായിരിക്കും. ഹക്കിന് മുമ്പിൽ കീഴ്പ്പെടാൻ അവർ തയ്യാറായിരിക്കില്ല എന്നുള്ളത്. സത്യം വന്നെത്തിയാൽ അത് സ്വീകരിക്കാൻ, സത്യത്തിന്റെ മുമ്പിൽ സ്വീകരിക്കുന്ന ഒരു മനസ്സ് കാണിക്കാൻ അവർ സന്നദ്ധരായിരിക്കൂല എന്നത് മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. ഒരുപക്ഷെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സംസാരത്തിൽ നല്ല വാക്കുകളൊക്കെ പറയുന്നുണ്ടായിരിക്കാം, തല താഴ്ത്തി പിടിച്ചായിരിക്കാം സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പല വിനയത്തിന്റെ ബാഹ്യമായി വിനയമെന്ന് ആളുകൾ കരുതുന്ന പല രൂപങ്ങളും കാണിച്ചേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ വിനയം എന്താണ്? ഹക്കിന് കീഴ്പ്പെടലാണ്. ഹക്ക് വന്നെത്തിയാൽ അത് സ്വീകരിക്കലാണ് യഥാർത്ഥത്തിൽ വിനയം എന്ന് പറഞ്ഞാൽ. ആ വിനയം അവരിൽ ഉണ്ടാവൂല, ഹക്ക് അവർ സ്വീകരിക്കൂല. ഹക്ക് വരുമ്പോ അവർക്ക് ഗുണം കിട്ടുന്ന കാര്യം, പരലോകത്ത് രക്ഷ കിട്ടുന്ന കാര്യം, അള്ളാഹുവിന്റെ പാപമോചനം നേടിത്തരുന്ന കാര്യങ്ങൾ വരുമ്പോ, ഹക്ക് വരുമ്പോ ലൗവൗ റൂസഹും, അവരവരുടെ തല തിരിച്ചു കളയും, അഹങ്കാരം അവർ കാണിക്കും. അത് മുനാഫിക്കുകളുടെ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. മൂന്നാമത്തേത് അൽ ഇസ്തിഹ്സാഉ ബിആയാത്തില്ലാഹ് വൽ ഇസ്തിഹ്സാഉ ബിൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ ആയാത്തുകളെ അവർ പരിഹസിക്കും. അല്ലാഹുവിന്റെ ആയാത്തുകളെ അവർ പരിഹസിക്കും. അതുപോലെ തന്നെ അവിടെ അവസാനിപ്പിക്കൂല, സത്യവിശ്വാസികളെയും അവർ പരിഹസിക്കും. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളെ പരിഹസിക്കുക എന്നുള്ളത്, സുന്നത്തിന്റെ ആളുകളെ കളിയാക്കുക എന്നുള്ളത് കേവലം ആ വ്യക്തികളോടുള്ള വിദ്വേഷമല്ലല്ലോ, മറിച്ച് ആ വ്യക്തികൾ സ്വീകരിച്ച സുന്നത്തിനോടുള്ള വിദ്വേഷമാണ്. അല്ലെങ്കിൽ എന്തിനു കളിയാക്കണം? പ്രത്യേകിച്ച് വേറൊരു കാരണവുമില്ലാതെ, വേറൊരു വിഷയവുമില്ലാതെ സുന്നത്തിന്റെ ആളുകളെ കളിയാക്കുന്നുണ്ടെങ്കിൽ, തൗഹീദിന്റെ ആളുകളെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ, ഹറാമിനെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് ജീവിക്കുന്ന ആളുകളെ കളിയാക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കുന്ന ആളുകളെ കളിയാക്കുന്നുണ്ടെങ്കിൽ അവനക്ക് എന്തിനോടാണ് വിയോജിപ്പ്? യഥാർത്ഥത്തിൽ അവന്റെ വിഷമവും അവന്റെ വെറുപ്പും സുന്നത്തിനോടാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനോടാണ്, തൗഹീദിനോടാണ്. അപ്പോ സത്യവിശ്വാസികളെ പരിഹസിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ദീനിനെ പരിഹസിക്കുക എന്നുള്ളത് മുനാഫിഖുകളുടെ ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഹ്ദറുൽ മുനാഫിഖൂന അൻ തുനസ്സല അലൈഹിം സൂറത്തുൻ തുനബ്ബിഉഹും ബിമാ ഫീ ഖുലൂബിഹിം. മുനാഫിഖുകൾക്ക് എപ്പോഴും പേടിയായിരിക്കും. അവരുടെ വിഷയത്തിൽ എങ്ങാനും വല്ല സൂറത്ത് അള്ളാഹു അവതരിപ്പിക്കുമോ എന്നവർക്ക് പേടിയാണ്. എന്താ പേടിക്ക് കാരണം? തങ്ങളുടെ ഖൽബിലുള്ളതിനെ വ്യക്തമാക്കുന്ന രൂപത്തിൽ, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിക്കുമോ, സൂറത്ത് അവതരിക്കുമോ എന്ന ഭയപ്പാടോടുകൂടെ ജീവിക്കുന്നവരാണ് ആര്? മുനാഫിക്കുകളായ ആളുകൾ. കാരണം അവർക്കറിയാം അവരുടെ നിലപാട് ശരിയല്ല എന്നും
തങ്ങൾ ഹക്കിനെതിരാണ് ഈ നിലകൊള്ളുന്നത് എന്നും നല്ല ധാരണ ഉള്ളിലുള്ള ആളുകളാണ് മുനാഫിക്കുകൾ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കൽബിലുള്ളത് മറ്റുള്ളവർക്ക് വെളിവാകുമോ എന്ന ഭയപ്പാട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ സൂറത്തൊക്കെ അവതരിപ്പിക്കുമോ എന്ന ഭയപ്പാടുള്ള ആളുകളായിരിക്കും മുനാഫിക്കുകൾ. എന്നിട്ട് അല്ലാഹു പറയാണ്, ഖുൽ ഇസ്തഹ്സിഉ, നിങ്ങൾ പരിഹസിച്ചു കൊള്ളുക. അവരുടെ സ്വഭാവമാണ് പരിഹാസം എന്നുള്ളത്. അല്ലാഹു പറയാണ്, നിങ്ങൾ പരിഹസിച്ചു കൊള്ളുക. ഇന്നല്ലാഹ മുഖ്രിജും മാ തഹ്ദറൂൻ, ഖുൽ പറഞ്ഞു കൊടുക്കുക, ഇസ്തഹ്സിഉ, നിങ്ങൾ പരിഹസിച്ചു കൊള്ളുക. അല്ലാഹു പറയാണ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, നിങ്ങൾ പരിഹസിച്ചു കൊള്ളൂ എന്നവരോട് പറയുക. ഇന്നല്ലാഹ മുഖ്രിജും മാ തഹ്ദറൂൻ, നിങ്ങൾ എന്താണോ ഭയപ്പെടുന്നത്, നിങ്ങൾ എന്താണോ പേടിക്കുന്നത്, അത് പുറത്തു കൊണ്ടുവരുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പരിഹാസം ആരുടെ സ്വഭാവമാണ്? മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. അല്ലാഹു വീണ്ടും പറഞ്ഞു, വഇദാ ലഖുൽ ലദീന ആമനു ഖാലു ആമന്ന, മുനാഫിക്കുകളായ ആളുകൾ സത്യവിശ്വാസികളെ കണ്ടുമുട്ടിയാൽ എന്തു പറയും? ആമന്ന, ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. വഇദാ ഖലൗ ഇലാ ശയാതീനിഹിം, അവർ മടങ്ങിച്ചെന്ന് തങ്ങളുടെ ശൈത്വാന്മാരുമായി, തങ്ങളുടെ നേതാക്കന്മാരുമായി, മുനാഫിക്കുകളുമായി, വലിയ നേതാക്കന്മാരായി, സത്യനിഷേധികളുടെ നേതാക്കന്മാരായി തനിച്ചായാൽ ഖാലു, അവർ പറയും, ഇന്നാ മഅക്കും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുക മാത്രമാണ് ചെയ്തത് എന്ന നിലയിൽ ആര് പറയും? മുനാഫിക്കുകളായ ആളുകൾ പറയും. ഇവിടെ ശൈത്വാൻ എന്നതിന്റെ അർത്ഥം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാൻ കാണാൻ സാധിക്കും, കുബറാഉഹും, അവരുടെ വലിയ ആൾക്കാർക്കാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്വാൻ എന്ന് ഉപയോഗിച്ചത് എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാൻ സാധിക്കും. ഒരു ജിൻസിലെ ഒരു കൂട്ടത്തിലെ ഭീകരമായ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒന്നിനെ സൂചിപ്പിക്കാനായി ശൈത്വാൻ എന്ന വാക്ക് ഉപയോഗിക്കുമെന്നും ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, കറുത്ത നായ അല്ലെ, കറുത്ത നായനെ കുറിച്ചല്ലേ, ഷെയ്ത്വാനാണെന്നുള്ള ഒരു പ്രയോഗം വന്നിട്ടില്ലേ, അതിനെക്കുറിച്ച് ഷെയ്ഖ് പറയുന്നത് കറുത്ത നായ എന്നുള്ളത് നായകളുടെ കൂട്ടത്തിൽ തന്നെ കൂടുതൽ ഭീകര രൂപമുള്ളതും കൂടുതൽ ഭയപ്പാടുണ്ടാക്കുന്നതും കാണുമ്പോൾ തന്നെ പേടി തോന്നുന്നതുമായൊരു രൂപമാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അതിനെക്കുറിച്ച് ഷെയ്ത്വാൻ എന്ന് പറഞ്ഞത് എന്ന് ഉസൈമി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അഭിപ്രായമായി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അഅലം. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഷെയ്ത്വാൻമാർ എന്നതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അവരുടെ നേതാക്കന്മാർ എന്നാണ് അർത്ഥം. അവർ അവരുടെ ഷെയ്ത്വാൻമാരിലേക്ക് മടങ്ങിച്ചെന്നാൽ എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകളായ ആളുകൾ കുഫാറുകളുടെ നേതാക്കന്മാരിലേക്ക് തിരിച്ചു ചെന്നാൽ എന്തു പറയും? ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ അവരെ പരിഹസിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് മുനാഫിക്കുകൾ പറയും. അപ്പൊ മുനാഫിക്കുകളുടെ സ്വഭാവമാണ് എന്ത്? പരിഹാസം എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ലികുല്ലി മിൻഹും വജ്ഹാൻ, മുനാഫിക്കുകൾക്ക് രണ്ട് മുഖം ഉണ്ടായിരിക്കും. വജ്ഹു യൽഖാ ബിഹിൽ മുഅ്മിനീൻ, ഒന്നാമത്തെ മുഖം സത്യവിശ്വാസികളെ കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു മുഖമാണ്. വവജ്ഹു യൻഖലിബു ബിഹി ഇലാ ഇഖ്വാനിഹി മിനൽ മുൽഹിദീൻ, രണ്ടാമത്തെ മുഖം അവന്റെ ഇഖ്വാനികളായ, അവന്റെ സഹോദരങ്ങളായ മറ്റു ആളുകളിലേക്ക് ചെല്ലുമ്പോൾ, കാഫറുകളിലേക്ക്, മുനാഫികളിലേക്ക് ചെല്ലുമ്പോൾ അവൻ പ്രകടിപ്പിക്കുന്ന മറ്റൊരു മുഖം. അങ്ങനെ ദ്വിമുഖമുള്ള ആളുകളായിരിക്കും ആര്? രണ്ട് മുഖമുള്ള ആളുകളായിരിക്കും ആര്? മുനാഫിക്കുകളായ ആളുകൾ. അതുപോലെ തന്നെ അവർക്ക് രണ്ട് നാവുണ്ടാകും. ഷെയ്ഖ് പറയാണ്, ഇബ്നുൽ ഖയ്യിം പറയാണ്, വലഹു ലിസാനാൻ, അവർക്ക് രണ്ട് നാവുണ്ടാകും. ഒന്നാമത്തേതോ മുസ്ലിമീങ്ങൾക്കിടയിൽ പ്രകടമായി ഇസ്ലാമിനെ കുറിച്ചൊക്കെ സംസാരിച്ച്, അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ച്, മുസ്ലിമീങ്ങളുടെ പൊതുവിഷയത്തിലൊക്കെ സംസാരിച്ച് ഒപ്പം നിന്നുകൊണ്ട് സംസാരിക്കുന്ന നാവ്. രണ്ടാമത്തേതോ അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച രഹസ്യത്തെ പരിഭാഷപ്പെടുത്തുന്ന, അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന നാവ്. ഇങ്ങനെ രണ്ട് രൂപത്തിലുള്ള നാവ് മുനാഫിക്കുകളായ ആളുകൾക്കുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ പരിഹാസം എന്നത്, രഹസ്യമായി സത്യവിശ്വാസികളെ പരിഹസിക്കുക എന്നുള്ളത് ആരുടെ ലക്ഷണമാണ്? മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. നാലാമത്തേത് സ്വദ്ദുന്നാസി അനിൽ ഇൻഫാഖ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയുക എന്നത് ആരുടെ ലക്ഷണമാണ്? മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ നിന്ന് ആളുകളെ തടയും. അള്ളാഹു പറയുന്നു, ഹുമുൽ ലദീന യഖൂലൂന ലാ തുൻഫിഖു അലാ മൻ ഇൻദ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലുള്ള ആളുകൾക്ക് നിങ്ങൾ ഒന്നും ചെലവഴിക്കരുത് എന്ന് പറയുന്ന ആളുകളാണ് മുനാഫിക്കുകളായ ആളുകൾ എന്ന്
അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. എന്നിട്ട് ഇങ്ങനെ അല്ലാഹു പറയാണ് അവസാനം, വലില്ലാഹി ഖസാഇനുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെ ഭൂമിയുടെ ഖസാന ആരുടെ കയ്യിലാണ്? ഖസനാവ് ആരുടെ കയ്യിലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉടമസ്ഥതയിലാണ്. വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ, എന്നാൽ മുനാഫിഖീങ്ങൾ അത് മനസ്സിലാക്കുന്നില്ല. അപ്പൊ മുനാഫിക്കുകളുടെ, കപടവിശ്വാസികളുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനെ തടുക്കുക എന്നുള്ളത്. മനസ്സിലായല്ലോ? ഇനി അഞ്ചാമത്തേത് അന്നഹും സുഫഹാ, ഈ മുനാഫിഖുകൾ വിഡ്ഢികളായിരിക്കും. യഥാർത്ഥത്തിൽ അവർ വിഡ്ഢികളായിരിക്കും. എന്നാലോ വയർമൂനൽ മുഅ്മിനീന ബിസ്സഫഹ, സത്യവിശ്വാസികൾ അവരെന്താകും? വിഡ്ഢികൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും. യഥാർത്ഥത്തിൽ വിഡ്ഢിത്തപൂർണമായ ചിന്താഗതി വെച്ചു പുലർത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളാണ് കപടവിശ്വാസികളായ ആളുകൾ. എന്നിട്ടോ തങ്ങൾ വിഡ്ഢികളാണ് എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ച് യഥാർത്ഥ യുക്തിയിലേക്ക്, യഥാർത്ഥ ബോധത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികളായ ആളുകളെ വിഡ്ഢികൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരും കൂടെ ആയിരിക്കും. ആര്? മുനാഫിക്കുകളായ ആളുകൾ. മനസ്സിലാവുണ്ടല്ലോ അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു, വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, അന്നാസ് വിശ്വസിച്ചതുപോലെ, മഹാന്മാരായ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, മുഅ്മിനീങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്നവരോട് പറയപ്പെട്ടാൽ, ഖാലു, മുനാഫിക്കുകളായ ആളുകൾ പറയും, അനുമിനു കമാ ആമനസ് സുഫഹാ, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നവർ പറയും. എന്നാൽ അള്ളാഹു പറയും, നോക്കും, അലാ ഇന്നഹും ഹുമുസ് സുഫഹാ, യഥാർത്ഥത്തിൽ ആരാണ് വിഡ്ഢികൾ? ഈ ആളുകളാണ്, ഈ പറയുന്ന മുനാഫിക്കുകളായ ആളുകളാണ് വിഡ്ഢികൾ. വലാകിൻ ലാ യഅലമൂൻ, പക്ഷേ അവർ അതറിയുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ മുനാഫിക്കുകളുടെ ലക്ഷണമാണ് സത്യവിശ്വാസികളെ കുറിച്ച്, സുന്നത്തിന്റെ ആളുകളെ കുറിച്ച് എന്തു പറയാനുള്ളത്? അവർ വിഡ്ഢികളാണ്, പൊട്ടന്മാരാണ്, മണ്ടന്മാരാണ്, ആ രൂപത്തിലൊക്കെ ആക്ഷേപിച്ച് സംസാരിക്കുക എന്നത് ആരുടെ ലക്ഷണമാണ്? കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. ആറാമത്തേത് അത്തറബ്ബുസു ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ആരുടെ ലക്ഷണമാണ്? മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന യതറബ്ബസൂന ബിക്കും, മുനാഫിക്കുകൾ നിങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഫഇൻ കാന ലക്കും ഫത്ഹും മിനല്ലാഹ് ഖാലു അലം നകും മഅകും, അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഒരു വിജയമുണ്ടായാൽ അവർ പറയും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയല്ലയോ എന്ന് പറയും. നേരെ മറിച്ച് കാഫിറുകൾക്കാണ് എന്തെങ്കിലുമൊക്കെ താൽക്കാലികമായ നേട്ടങ്ങൾ ഉണ്ടായതെങ്കിൽ, എന്തെങ്കിലും വിജയമുണ്ടായി എന്ന് തോന്നുമെങ്കിൽ എന്തു പറയും? ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഞങ്ങൾ മുഅ്മിനീങ്ങളിൽ നിന്ന് നിങ്ങളെ തടയായിരുന്നു, നിങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങളെ തടയായിരുന്നു എന്ന രൂപത്തിൽ അവരെന്താകും? സംസാരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്. വനംനഅകും മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ തടയായിരുന്നു എന്ന് ആര് പറയും? മുനാഫിക്കീങ്ങളായ ആളുകൾ പറയും. അപ്പൊ മുനാഫിക്കുകളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് എന്ത്? മുഅ്മിനീങ്ങളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന് വിജയം മുഅ്മിനീങ്ങൾക്കാണ് ഉള്ളതെങ്കിൽ മുഅ്മിനീങ്ങളോട് എന്ത് പറയും? ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്നും. നേരെ തിരിച്ചാണെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയായിരുന്നു, മുഅ്മിനീങ്ങളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ തടയായിരുന്നു എന്നും പറയുക എന്നത് കപടവിശ്വാസികളായ ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ഏഴാമത്തേത് മുഖാദഅത്തുല്ലാഹി വഹുമുൽ മഖ്ദൂഊൻ വൽ കസലു ഫിൽ ഇബാദാത്ത്, അവരുടെ മറ്റൊരു ലക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഞ്ചിക്കുകയാണ് എന്ന ധാരണയോടുകൂടെ ജീവിക്കുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ അവർ സ്വയം വഞ്ചിതരാണ്, അല്ലെ? യഥാർത്ഥത്തിൽ അവർ സ്വയം വഞ്ചിതരാണ്. ഞങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കാണ്, റസൂലിനെ വഞ്ചിക്കാണ്, മുഅ്മിനീങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന ധാരണയിൽ ജീവിക്കുന്ന ആളുകളാണ് ആര്? മുനാഫിക്കുകൾ. യഥാർത്ഥത്തിൽ വഹുമുൽ മഖ്ദൂഊൻ, അവർ സ്വയം വഞ്ചിതരാണ്. അതുപോലെ തന്നെ ഇബാദത്തിന്റെ വിഷയത്തിലുള്ള മടി, അതും ആരുടെ ലക്ഷണമാണ്? മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും, മുനാഫിഖുകൾ ആരെ വഞ്ചിക്കാൻ നോക്കുന്നു? അള്ളാഹുവിനെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ
വഹുവ ഖാദിഉഹും, അല്ലാഹു അവരെയാണ് അത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അല്ലാഹു അവരെയാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല, അവർ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ മടിയന്മാരായിക്കൊണ്ടാണ് നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. നമ്മളിൽ ഈ സ്വഭാവത്തിന് എന്തെങ്കിലും ഒരു ഭാഗമുണ്ടോ എന്ന് നമ്മളെ കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം. യുറാഊന നാസ്, അവർ നിസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, നിസ്കരിക്കുന്നുണ്ടാകും, പക്ഷെ ആ നിസ്കാരത്തിൽ അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ അവർ ദിക്ർ ചെയ്യുകയില്ല, ഓർക്കുകയില്ല എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ലക്ഷണമൊക്കെ നമ്മളിലുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. മറ്റുള്ളവരിലുണ്ടോ? മുനാഫിക്കുകളെ തിരിച്ചറിയാൻ നമ്മൾ ഈ വസ്ഫുകളെ ഉപയോഗിക്കുന്നതിനൊക്കെ മുമ്പ് ഈ ലക്ഷണം എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് ആവർത്തിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ നിസ്കാരം എങ്ങനെയാണ്? അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള നിസ്കാരാണോ? ആളുകൾ കാണുമ്പോൾ മാത്രമുള്ള നിസ്കാരാണോ? ആ നിസ്കാരത്തിൽ തന്നെ, ആ നിസ്കാരത്തിന്റെ ബാഹ്യ രൂപം മനോഹരമായി ചെയ്യുമ്പോൾ തന്നെ ആ നിസ്കാരത്തിലെ ദിക്റുകൾ അർത്ഥമറിഞ്ഞ് ആശയം ഉൾക്കൊണ്ട് ആത്മാർത്ഥമായി എത്രത്തോളം നമ്മൾ നിർവഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് വിലയിരുത്തേണ്ട കാര്യമാണ്. അപ്പോ നിസ്കാരത്തിൽ ദിക്റുള്ള കുറവായിരിക്കും എന്നത്, അതുപോലെ തന്നെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക എന്നത്, നിസ്കരിക്കാനായി എഴുന്നേറ്റ് നിന്നാൽ മടിയന്മാരായി എഴുന്നേറ്റ് നിൽക്കുക എന്നത് ആരുടെ ലക്ഷണമാണ്? മുനാഫിഖുകളുടെ ലക്ഷണമാണ്. എട്ടാമത്തേത് അത്തദദ്ദുബു വത്തറദ്ദുദ്. അത്തദദ്ദുബു വത്തറദ്ദുദ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ ആടി ഉലഞ്ഞു നിൽക്കുന്ന ആദർശ സമീപനം സ്വീകരിക്കുക എന്നുള്ളത് ആരുടെ ലക്ഷണമാണ്? മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ആടിയുലയുന്ന, മുദബ്ദബീന ആടിയുലയുന്ന സമീപനം സ്വീകരിക്കുക എന്നുള്ളത് ആരുടെ ലക്ഷണമാണ്? മുനാഫിക്കുകളായ ആളുകളുടെ ലക്ഷണമാണ്. അപ്പോ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അതിന്റെ ഇടയിൽ കിടന്നിട്ട് ഇങ്ങനെ ആടിയുലയുക, ആ രൂപത്തിലുള്ള സമീപനം മുനാഫിഖുകളുടെ ലക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മസലുൽ മുനാഫിഖി കമസലി ശാത്തിൽ ആഇറതി ബൈനൽ ഗനമൈൻ തഈറു ഇലാ ഹാദിഹി മറ വ ഇലാ ഹാദിഹി മറ. മുനാഫിഖിന്റെ ഉപമ എന്ന് പറയുന്നത് ഒച്ചുണ്ടാക്കി നടക്കുന്ന ഒരു ആടിനെ പോലെയാണ്. ആടിന് രണ്ട് ആട്ടിൻ പറ്റങ്ങൾ. ആ രണ്ട് ആട്ടിൻ പറ്റത്തിൽ ഏതിന്റെ കൂടെ നിൽക്കണമെന്നറിയാതെ ഒച്ചയുണ്ടാക്കി നടക്കുന്ന ആടുണ്ടല്ലോ, ചില സമയത്ത് അങ്ങോട്ട് പോകും, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും. ആ രൂപത്തിലുള്ള ഒരു ആടിനെ പോലെയാണ് മുനാഫിഖ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോ മുനാഫിഖിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് അത്. ഇനി ഒമ്പതാമത്തേത് അൽ അംറു ബിൽ മുൻകരി വന്നഹ്യു അനിൽ മഅറൂഫ്. മുൻകർ കൽപ്പിക്കുക, തിന്മ ചെയ്യാൻ കൽപ്പിക്കലും നന്മയെ തടുക്കലും. ഇത് ആരുടെ ലക്ഷണമാണ്? മുനാഫിഖുകളുടെ ലക്ഷണം. സത്യവിശ്വാസികൾ എങ്ങനെയായിരിക്കും? നന്മ കൽപ്പിക്കുന്നവരും തിന്മ തടുക്കുന്നവരുമായിരിക്കും. നേരെ തിരിച്ച് കപടവിശ്വാസികൾ എങ്ങനെയായിരിക്കും? തിന്മ കൽപ്പിക്കുകയും നന്മയെ തടുക്കുന്ന ആളുകളുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ബഅദുഹും മിൻ ബഅദ്. അപടവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും അവർ രണ്ടും ഒരേ തരക്കാരാണ്. യഅ്മുറൂന ബിൽ മുൻകർ വയൻഹൗന അനിൽ മഅറൂഫ്. അവർ തിന്മ കൽപ്പിക്കുന്നവരും നന്മയെ തടുക്കുന്ന ആളുകളുമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നു. അപ്പോ നന്മകളെ തടയുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നന്മകളെ തടയൽ, അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹീദ് പറയുന്നതിനെ തടയൽ, ദഅവത്തിനെ തടയൽ, സുന്നത്തിനെ തടയൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനെ തടയൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ മസ്ജിദുകളെ അടച്ചുപൂട്ടിക്കൽ എന്ന് തുടങ്ങി അള്ളാഹുവിന്റെ ദീനിനെതിരെ പ്രവർത്തിക്കൽ, നന്മകളെ തടയൽ എന്താണ് മുനാഫിഖുകളുടെ ലക്ഷണമാണ്. അതുപോലെ തന്നെ തിന്മ വ്യാപിപ്പിക്കൽ, തിന്മക്ക് വേണ്ടി പ്രേരിപ്പിക്കൽ, തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കൽ. താടി വെക്കണ്ടെന്ന് പറയും,
അതുപോലെ തന്നെ ഹിജാബ് ധരിക്കേണ്ട എന്ന് പറയും, നിഖാബ് ധരിക്കേണ്ട എന്ന് പറയും. തിന്മക്ക് വേണ്ടി പ്രേരിപ്പിക്കാം. അതുപോലെ തന്നെ അശ്ലീലതകൾ കാണാൻ, കേൾക്കാൻ, ഇതൊക്കെ ആരുടെ വിശേഷണമാണ്? കപടവിശ്വാസികളുടെ ലക്ഷണങ്ങളാണ്. അപ്പോൾ സത്യവിശ്വാസികൾ എപ്പോഴും നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്ന ആളുകളുമായിരിക്കും. അവരുടെ മറ്റൊരു ലക്ഷണം അൽ ഇഫ്സാദു ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക എന്നത് കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. മുഅ്മിനീങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത്, മുഅ്മിനീങ്ങൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നത് കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൗ ഖറജു ഫീകും മാ സാദൂകും ഇല്ലാ ഖബാല, നിങ്ങളുടെ കൂട്ടത്തിൽ അവർ പുറപ്പെട്ടിരുന്നെങ്കിൽ, ആര് പുറപ്പെട്ടിരുന്നെങ്കിൽ? മുനാഫിക്കുകളായ ആളുകൾ നിങ്ങളുടെ ഒപ്പം പുറപ്പെട്ടിരുന്നെങ്കിൽ, മാ സാദൂകും ഇല്ലാ ഖബാല, നിങ്ങൾക്ക് നാശമല്ലാതെ കൂടുതലായി ഒന്നും അവർ നേടിത്തരൂല. മുഅ്മിനീങ്ങളുടെ കൂടെ മുനാഫിക്കുകൾ പുറപ്പെട്ടാൽ എന്താ ഉണ്ടാവുക? നാശാണ് അതുവഴി ഉണ്ടാവുക, അതല്ലാതെ അധികമായി ഒന്നും ഉണ്ടാവൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ല വല ഔദഉ ഖിലാലകും യബ്ഗൂനകുമുൽ ഫിത്ന വഫീകും സമ്മാഊന ലഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്കിടയിൽ പരക്കം പായുന്നവരാണ് അവർ. നോക്കൂ, മുനാഫികളെ കുറിച്ച് പറയാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി തീർക്കാൻ വേണ്ടി നിങ്ങൾക്കിടയിൽ വെപ്രാളത്തോടുകൂടെ പരക്കം പാഞ്ഞ് നടക്കുന്ന ആളുകളാണ് ആര്? കപടവിശ്വാസികളായ ആളുകൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നോക്കൂ, വഫീകും സമ്മാഊന ലഹും, നിങ്ങളുടെ കൂട്ടത്തിൽ അവരെ നന്നായി കേൾക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തിൽ അവരെ നന്നായി കേൾക്കുന്ന ആളുകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം നമ്മെ ഉണർത്തിയിരിക്കുന്നു. അപ്പോ സത്യവിശ്വാസികൾക്ക് ഇവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂല, കപടവിശ്വാസികളെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന വർത്താനത്തെ, ഇവരുടെ അഭിപ്രായത്തെ, ഇവരുടെ ആസൂത്രണങ്ങളെ, ഇവരുടെ തീരുമാനങ്ങളൊക്കെ നല്ലതായിരിക്കും എന്ന് കരുതി ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകൾ ആരിലുണ്ടായിരിക്കും? സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. നമ്മൾ ജാഗ്രത പാലിക്കണം. യഥാർത്ഥത്തിൽ കപടവിശ്വാസികൾ മുസ്ലിമീങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കാൻ പരിശ്രമിക്കുന്ന ആളുകളായിരിക്കും. മറ്റൊരു ലക്ഷണം അൽ ഹലിഫുൽ കാദിബ്, കള്ളസത്യം ചെയ്യുക എന്നത് കപടവിശ്വാസികളുടെ ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. കള്ളസത്യം ചെയ്യുക എന്നത് കപടവിശ്വാസികളുടെ ലക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. അതുപോലെ തന്നെ വൽ ഖൗഫ്, ഭയപ്പാട്, കപടവിശ്വാസികൾ എപ്പോഴും പേടിയുള്ള ആളുകളായിരിക്കും. വൽ ജുബ്ൻ, അതുപോലെ തന്നെ എന്താ പറയാ, ധീരതയുടെ വിപരീതം, ഒരു തരത്തിലുള്ള ഭീരുത്വം അല്ലെ, ഭയപ്പാട്, ഭീരുത്വം എപ്പോഴും ഉള്ള ആളുകളായിരിക്കും ആര്? മുനാഫിക്കുകളായ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വയഹ്ലിഫൂന ബില്ലാഹി ഇന്നഹും ലമിൻകും, കപടവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നവരാണ്. ഓക്കേ, അവർ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്നവരാണ്. ഇന്നഹും ലമിൻകും, അവർ നിങ്ങളിൽപ്പെട്ടവരാണ് എന്ന് അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുന്ന ആളുകളാണ് ആര്? കപടവിശ്വാസികളായ ആളുകൾ. വമാഹും മിൻകും, യഥാർത്ഥത്തിൽ അവർ നിങ്ങളിൽ പെട്ട ആളുകളല്ല. വലാകിന്നഹും ഖൗമുൻ യഫ്റഖൂൻ, മറിച്ചവർ പേടിച്ചു കഴിയുന്ന ഒരു ഖൗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഭയപ്പാടായിരിക്കും ഇപ്പോൾ അവർക്ക് ഉണ്ടാവുക. കള്ളസത്യം ചെയ്യുക എന്നതും അവരുടെ ലക്ഷണമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലൗ യജിദൂന മൽജഅൻ ഔ മഗാറാത്തിൻ ഔ മുദ്ദഖലൻ ലവല്ലൗ ഇലൈഹി വഹും യജ്മഹൂൻ, എന്തെങ്കിലും ഒരു അഭയം പ്രാപിക്കാൻ എന്തെങ്കിലും ഒരു സ്ഥലം കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ഗുഹ കിട്ടിയാൽ, അല്ലെങ്കിൽ പ്രവേശിക്കാൻ പാകത്തിൽ എന്തെങ്കിലും ഒരു അഭയസ്ഥാനം കിട്ടിയാൽ അതിലേക്ക് ആകെ വെപ്രാളപ്പെട്ട് ഓടി ഒളിക്കുന്ന, അതിൽ അഭയം പ്രാപിക്കുന്ന ആളുകളായിരിക്കും ആര്? മുനാഫിഖുകളായ ആളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെക്കുറിച്ച് പറഞ്ഞു? കപടവിശ്വാസികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവരുടെ ലക്ഷണമാണ് കള്ളസത്യവും പേടിയും ഭീരുത്വവും ഒക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് അവരെ കുറിച്ച് പറഞ്ഞ കാണാൻ സാധിക്കും, യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം
ഹുമുൽ അദുവു ഫഹ്ദർഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എല്ലാ ശബ്ദവും തങ്ങൾക്കെതിരാണ് എന്ന് കരുതുന്നവരാണ് ആര്? കപടവിശ്വാസികളായ ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എല്ലാം ഞങ്ങൾക്കെതിരാണ്, എല്ലാ ശബ്ദങ്ങളും ഞങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്, ഇത് ഞങ്ങളെക്കുറിച്ചാണ് എന്ന് പറഞ്ഞ് ഭയപ്പെടുന്ന ആളുകളാണ് ആര്? കപടവിശ്വാസികൾ. യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹിം, എല്ലാ ശബ്ദങ്ങളും ഞങ്ങൾക്കെതിരാണ് എന്ന് കരുതുന്നവരാണ് കപടവിശ്വാസികൾ. അല്ലാഹു പറയാണ്, ഹുമുൽ അദു, അവർ തന്നെയാണ് ശത്രുക്കൾ. ഫഹ്ദർഹും, അവരെക്കുറിച്ച് നിങ്ങൾ ജാഗ്രത പാലിച്ചുകൊള്ളുക. ഈ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ് കപടവിശ്വാസികൾ. അതുകൊണ്ട് തന്നെ ഫഹ്ദർഹും, അവരെക്കുറിച്ച് നല്ല ജാഗ്രത പാലിച്ചുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു ലക്ഷണം യഈബൂനൽ അമല സ്വാലിഹ്, സൽക്കർമ്മങ്ങളെ അവർ ആക്ഷേപിക്കും എന്നുള്ളതാണ്. കപടവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് എന്ത്? സൽക്കർമ്മങ്ങളെ, നല്ല കാര്യങ്ങളെ ആക്ഷേപിക്കുക എന്നത് കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. നമ്മൾ ഈ സ്വഭാവം നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കണം. അതോടൊപ്പം ഈ സ്വഭാവമുള്ള ആളുകളെ കുറിച്ച് നമ്മൾ ജാഗ്രതയും പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന മിനൽ മുഅ്മിനീന ഫിസ് സദഖാത്ത്, സ്വതക്ക കൊടുക്കാനായി സ്വയം സന്നദ്ധരായി വരുന്ന ആളുകളെ പരിഹസിക്കുന്ന, കുത്തുവാക്കുകൾ പറയുന്ന ആളുകളായിരിക്കും ആര്? കപടവിശ്വാസികളായ ആളുകൾ. സ്വതക്ക കൊടുക്കാൻ സ്വയം സന്നദ്ധരായി അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ വേണ്ടി വരുന്ന ആളുകളിൽ അവരെ കുത്തുവാക്ക് പറയുന്ന ആളുകളായിരിക്കും ആര്? കപടവിശ്വാസികളായ ആളുകൾ. സഅദി റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാൻ സാധിക്കും. അവർ പറയും, സ്വതക്ക കൊടുക്കുന്നവരെ കുറിച്ച് പറയും, മുറാഊൻ, ഇവർ കൊടുക്കുന്ന ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഇങ്ങനത്തെ വർത്തമാനം നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. അവൻ കൊടുക്കുന്നത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഖസ്ദുഹുമുൽ ഫഖ്റു വരിയാ, പൊങ്ങച്ചം കാണിക്കാനും ആൾക്കാരെ കാണിക്കാനുമാണ് ഇവന്റെ ഒക്കെ നിയ്യത്ത് എന്ന രൂപത്തിൽ കൊടുക്കുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട്, അല്ലെ? അപ്പോ ഇത് കപടവിശ്വാസികളുടെ രീതിയാണ്. സ്വയം സന്നദ്ധരായി അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കാൻ വരുന്ന ആളുകളെ കുറിച്ച് അവർ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്നവരാണ്, അവർ പൊങ്ങച്ചം കാണിക്കുന്നവരാണ്, അവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളൊക്കെ വെച്ച് ചെയ്യുന്നവരാണ് എന്ന നിലയിൽ സംസാരിക്കുക എന്നത് കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹ്ദഹും ഫയസ്ഖറൂന മിൻഹും, തങ്ങൾ സമ്പാദിച്ചതല്ലാതെ, സ്വയം അധ്വാനിച്ചതല്ലാതെ മറ്റൊന്നും ദാനമായി നൽകാനില്ലാത്ത ആളുകളെ കുറിച്ച് അവരെയും ഇവർ എന്താകും? പരിഹസിക്കും. ഒന്നും ഉണ്ടാകൂല, ആകെ സമ്പാദിച്ച കുറച്ചേ ഉണ്ടാകുള്ളൂ. അതല്ലാതെ സമ്പാദിച്ചു വെച്ചതോ നിക്ഷേപിച്ചു വെച്ചതോ ഒന്നും അധികമായൊന്നും കൊടുക്കാനുണ്ടാവില്ല. കുറച്ചേ കൊടുക്കാൻ കയ്യിലുണ്ടാവുള്ളൂ. സമ്പാദിച്ചതിൽ നിന്ന്, ആ തുച്ഛമായതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകൾ, അവരെയും ഇവരെന്താകും? പരിഹസിക്കും. സഅദ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. ഉള്ളത് കൊടുക്കുന്ന ഈ ആളുകളെ കുറിച്ച് ഇവർ പരിഹസിക്കും. അള്ളാഹ്ക്ക് ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവരുടെ ഈ ചെറിയ സ്വതക്ക് ഇപ്പൊ ഇതുകൊണ്ടൊക്കെ വലിയ കാര്യമുണ്ടോ? അള്ളാഹുവിന് ഇതൊന്നും ആവശ്യമില്ല എന്ന രൂപത്തിൽ ആ ഉള്ള സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കുന്ന ആളുകളെയും ഇവരെന്താകും? പരിഹസിക്കും. അപ്പൊ ഉള്ളതീന്ന് കൊടുക്കുന്നവരെ കുറിച്ച് ഈ രൂപത്തിലും നല്ല രൂപത്തിൽ കൊടുക്കുന്നവരെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയാണ്, പൊങ്ങച്ചത്തിന് വേണ്ടിയാണ് ഈ രൂപത്തിൽ നന്മകളെ ആക്ഷേപിക്കുക എന്നത്, നന്മകളെ കുറിച്ച് കുറ്റങ്ങൾ കണ്ടെത്തുക എന്നത്, നന്മകൾ ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുക എന്നത് ആരുടെ ലക്ഷണമാണ്? കപടവിശ്വാസികളായ ആളുകളുടെ ലക്ഷണമാണ്. അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത് സഖിറല്ലാഹു മിൻഹും, അള്ളാഹു അവരെയും പരിഹസിക്കും. അതിന്റെ ശിക്ഷ എന്താണ്? അള്ളാഹു അവരെ പരിഹസിക്കും. അള്ളാഹുവിന്റെ പരിഹാസം എന്ന് പറയുന്നത് ദുനിയാവിലെ ഈ വിലയില്ലാത്ത അല്ലെങ്കിൽ വലിയ ബലമില്ലാത്ത പരിഹാസം പോലല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹുവിന്റെ പരിഹാസം അത് താങ്ങാൻ സാധിക്കുന്നതായിരിക്കില്ല. ഈ ദുനിയാവിലാണെങ്കിലും നാളെ പരലോകത്താണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല. അള്ളാഹു കപടവിശ്വാസികളെ കുറിച്ച് പറയാണ്, സഖിറല്ലാഹു മിൻഹും, അള്ളാഹു അവരെ പരിഹസിക്കും. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. സത്യവിശ്വാസികളെ, നന്മകൾ ചെയ്യുന്ന ആളുകളെ വേദനിപ്പിച്ച ഈ ആളുകൾക്ക് നാളെ പരലോകത്ത് എന്തുണ്ടാകും? വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അപ്പോ നന്മകൾ
നന്മകൾ കാണുമ്പോൾ അതിനെ പരിഹസിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. വളരെ ഗുരുതരമായ കാര്യമാണ്. നമ്മളിൽ അതുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതുള്ളവരെയും നമ്മൾ സൂക്ഷിക്കണം. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതുവരെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ വന്ന കപട വിശ്വാസികളുടെ ലക്ഷണങ്ങളാണ് പറഞ്ഞത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്ന മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ വന്ന, ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഒരുപോലെ വന്ന അവർ ഒരുപോലെ ഉദ്ധരിച്ച ഹദീസുകൾക്കാണ് എന്ത് പറയുന്നത്? മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് എന്ന് പറയുന്നത്. ഏറ്റവും ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ബലമുള്ള ഹദീസ് ഏതാണ്? മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. പിന്നെ ഏതാണ്? ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസുകൾക്കാണ്. പിന്നീട് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസുകൾ. അങ്ങനെയാണ് അതിന്റെ ക്രമം. അപ്പോൾ ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കപടവിശ്വാസികളുടെ അടയാളമായി 4 കാര്യങ്ങൾ ഒരു ഹദീസിൽ 3 കാര്യങ്ങളും മറ്റൊരു ഹദീസിൽ 4 കാര്യങ്ങളും പറയുന്നതായി കാണാൻ സാധിക്കും. അത് ഇതാണ്: ഇത് തുമിനഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കും. വിശ്വസിച്ചാൽ വഞ്ചിക്കും. നമുക്കുണ്ടോ ഈ സ്വഭാവം എന്ന് നമ്മൾ എന്താവണം? പരിശോധിക്കണം. വിശ്വസിച്ചാൽ വഞ്ചിക്കുക എന്ന സ്വഭാവം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കണം. അത് കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. നമ്മളിൽ അത് ഉണ്ടാകുന്നതിനെ നമ്മൾ സൂക്ഷിക്കണം. സംസാരിച്ചാൽ കളവ് പറയും. കളവ് പറയുക എന്നത് ഇന്നിന്റെ സാഹചര്യത്തിൽ ഒട്ടൊരു മോശമായിട്ട് പോലും, വിദഗ്ധമായി കളവ് പറയുന്നവൻ പ്രശംസിക്കപ്പെടുന്ന, നല്ല കഴിവുള്ള ആളായിട്ട് ഗണിക്കപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? കളവ് പറയുക എന്നത് വളരെ നീചമായ, വളരെ മോശമായ സ്വഭാവമാണ്. അത് മുനാഫിക്കിന്റെ സ്വഭാവം കൂടിയാണ്. സംസാരിച്ചാൽ കളവ് പറയാ എന്നുള്ളത് ആരുടെ ലക്ഷണമാണ്? കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. കരാറ് പറഞ്ഞാൽ ആ കരാർ എന്താകും? ലംഘിക്കുക എന്നുള്ളതും ആരുടെ ലക്ഷണമാണ്? കപടവിശ്വാസികളുടെ ലക്ഷണമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലൂടെ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്തൊക്കെ ലക്ഷണങ്ങൾ? ഒന്നാമത്തേത് വിശ്വസിച്ചാൽ വഞ്ചിക്കും. രണ്ടാമത്തേത് സംസാരിച്ചാൽ കളവ് പറയും. മൂന്നാമത്തേതോ കരാർ ചെയ്താൽ ആ കരാറ് ലംഘിക്കും. നാലാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇദാ ഖാസമ ഫജർ, തർക്കിച്ചാൽ, പരസ്പരം തർക്കങ്ങൾ ഉണ്ടായാൽ ഫജർ, അവൻ എന്ത് ചെയ്യും? തെറി പറയും, മോശം വാക്കുകൾ പറയും. അത് ആരുടെ ലക്ഷണമാണ്? കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. ഉള്ളിൽ ഒളിപ്പിച്ച സാധനങ്ങളൊക്കെ ആ സമയത്ത് എന്താകും? പുറത്തു വരും. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഏത് ഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും അവനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനും മോശം വാക്കുകൾ പറയാത്തവരും ആയിരിക്കുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഭാര്യയാണ് പറയുന്നത്. സ്വന്തം കൂടെ ജീവിച്ച, വർഷങ്ങളോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച, അവിടുത്തെ രഹസ്യവും പരസ്യവും ഒക്കെ നല്ല രൂപത്തിൽ മനസ്സിലാക്കിയ ആയിഷ ഭാര്യയാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാഹിഷ ആയിരുന്നില്ല. മോശം പറയുന്ന ആളോ മോശം പ്രവർത്തിക്കുന്ന ആളോ മ്ലേച്ഛമായ, നീചമായ, താഴ്ന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്ന ആളോ ഒന്നുമായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ നമുക്ക് പറഞ്ഞു തന്നെങ്കിൽ, സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ തർക്കിക്കുമ്പോൾ തെറി പറയാ എന്നുള്ളത്, അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത് ആരുടെ ലക്ഷണമാണ്? കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് വിശ്വസിച്ചാൽ വഞ്ചിക്കും. രണ്ടാമത്തേതോ സംസാരിച്ച കളവ് പറയും. കരാർ പറഞ്ഞാൽ ലംഘിക്കും. തർക്കിച്ചാൽ മോശം പറയും. അത് കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. ഇനി അബു ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ശുഅബതൻ അൽ ഹയാഉ വൽ അയ്യു ശുഅബതാനി മിനൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ ഭാഗമാണെന്ന ആശയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. വൽ ബദാഅതു വൽ ബയാനു ശുഅബതാനി മിനൻ നിഫാഖ്. അതുപോലെ തന്നെ മോശം, നീചമായ, മ്ലേച്ഛമായ വാക്കുകൾ പറയില്ലേ,
അതും അതുപോലെ തന്നെ വളരെ വിശദമായി ഇങ്ങനെ നാവ് ചലിപ്പിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കൂലേ, അതൊക്കെ എന്തിന്റെ ലക്ഷണമാണ്? നിഫാഖിന്റെ ലക്ഷണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. മിസ്ലു ഹൗലാഇൽ ഖുതബാ അല്ലദീന യഖ്തുബൂന വയുവസ്സിഊന ഫിൽ കലാം. ഈ പ്രഭാഷകരെ പോലെ, ഈ പ്രഭാഷകരായ ആളുകളെ പോലെ അവർ ഖുതുബകൾ പറയും. ആ ഖുതുബകളിൽ അവർ വളരെ വിശാലമായി സംസാരിക്കും, വളരെ സാഹിത്യ സമ്പുഷ്ടമായി അവർ സംസാരിക്കും. എന്തിനു വേണ്ടി? ജനങ്ങളുടെ മദ്ഹ് കിട്ടാൻ വേണ്ടി വളരെ സാഹിത്യ സമ്പുഷ്ടമായി, വളരെ മനോഹരമായി, വിശാലമായി, പരത്തി ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് തങ്ങളുടെ തെറ്റായ കാര്യങ്ങൾ ആളുകളെ ധരിപ്പിക്കുന്ന, ആളുകളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഈ ഖുതബാക്കളായ പ്രഭാഷകരായ ആളുകളെ പോലെ എന്ന് ഉലമാക്കൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കും. വ്യക്തമായി, കുറെ വിശാലമായി, കുറെ വിശദീകരിച്ച് സംസാരിക്കുക എന്നുള്ളത്, വിശദീകരിക്കുക എന്നത് നിഫാഖിന്റെ അടയാളമായി കാണണ്ട, മറിച്ച് വളരെ വിശദീകരിച്ച് ഉപമകളൊക്കെ പറഞ്ഞ് തങ്ങളുടെ തെറ്റായ കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി, ആളുകളുടെ പ്രശംസ കിട്ടാൻ വേണ്ടി സംസാരിക്കുക എന്ന സ്വഭാവം യഥാർത്ഥത്തിൽ ആർക്കുള്ള സ്വഭാവമാണ്? മുനാഫിക്കുകളായ ആളുകൾക്കുള്ള സ്വഭാവമാണ്. അത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ താഴ്ന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ, മോശം തെറി പറഞ്ഞ്, മോശമായ വാക്കുകൾ പറഞ്ഞ്, ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ, ആ രൂപത്തിലൊക്കെ സംസാരിക്കുക എന്നുള്ളതും യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളുടെ സ്വഭാവമാകേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിശേഷണങ്ങൾ ഉള്ള ആളുകളെ കുറിച്ച് ജാഗ്രത പാലിക്കണം. അതോടൊപ്പം ഈ വിശേഷണങ്ങളിൽ ഒന്നുപോലും ചെറിയ രൂപത്തിലെങ്കിലും നമ്മളിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം, നമ്മൾ സദാ പരിശോധിച്ചു കൊണ്ടിരിക്കണം. മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. തങ്ങളുടെ ഈമാൻ അതിനേറ്റവും വില കൊടുത്തിരുന്ന ആളുകളാണ് സ്വഹാബത്തും മഹാന്മാരായ നമ്മുടെ മുൻഗാമികളും. ഈമാനിനാണ് അവർ ഏറ്റവും വില കൊടുത്തത്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുമോ, കളങ്കം വരുമോ എന്നവർ ഏറ്റവും അധികം പേടിച്ചതും എന്തിന്റെ വിഷയത്തിലാണ്? ഈമാനിന്റെ വിഷയത്തിലാണ്. തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നവർ ഏറ്റവും ഭയപ്പെട്ടിരുന്നത്. മഹാനായ ഇബ്നു അബി മുലൈക റഹിമഹുല്ലാഹ് പറഞ്ഞതായി ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യഖാഫൂന അൻ-നിഫാഖ അലാ നഫ്സിഹി. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ 30ഓളം സ്വഹാബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. താബിഈ ആണ് ആര്? മഹാനായ ഇബ്നു അബി മുലൈക റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽ 30ഓളം ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ സ്വന്തത്തിന്റെ കാര്യത്തിൽ തങ്ങളുടെ വിശ്വാസത്തിൽ കപട വിശ്വാസം കലരുമോ, വിശ്വാസത്തിൽ കളങ്കം സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ആളുകളായിരുന്നു എന്ന് മഹാനായ ഇബ്നു അബി മുലൈക റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, തല്ലാഹി ലഖദ് മുലിഅത് ഖുലൂബുൽ ഖൗമി ഈമാനം വയഖീന. അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം. മഹാന്മാരായ സ്വഹാബത്തിന്റെ ഹൃദയങ്ങൾ ഈമാൻ കൊണ്ടും യഖീന കൊണ്ടും നിറഞ്ഞ ഹൃദയങ്ങളാണ്. വഖൗഫുഹും മിനൻ നിഫാഖി ഷദീദ്. അതോടൊപ്പം തന്നെ തങ്ങളുടെ വിശ്വാസത്തിൽ കളങ്കം സംഭവിക്കുമോ എന്ന ഭയപ്പാട് അവർക്ക് വളരെ ശക്തമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വസിവാഹും, എന്നാൽ മഹാന്മാരായ മുൻഗാമികളെ മാറ്റിവെച്ചാൽ, മഹാന്മാരായ സ്വഹാബത്തിനെ മാറ്റിവെച്ചാൽ, കസീറും മിൻഹും ലാ യുജാവിസു ഈമാനുഹും ഹനാജിറഹും. അധിക ആളുകൾക്കും തങ്ങളുടെ തൊണ്ടക്കുഴി വിട്ട് ഈമാൻ ഉള്ളിലേക്ക് കടക്കാത്ത ആളുകളാണ്. വഹും യദ്ദഊന അന്ന ഈമാനഹും കഈമാനി ജിബ്രീല വമികായിൽ. എന്നാൽ അവർ സ്വയം കരുതുന്നതും വാദിക്കുന്നതും തങ്ങളുടെ ഈമാൻ ജിബ്രീലിന്റെ ഈമാൻ പോലെ, മീകായിലിന്റെ ഈമാൻ പോലെ ഞങ്ങൾക്ക് ഈമാൻ ഉണ്ട് എന്ന് സ്വയം ധരിച്ചു വെച്ച ആളുകളുമാണ് അവർ എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, സത്യവിശ്വാസി എപ്പോഴും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം കഠിനമായ ഭയപ്പാടോടുകൂടെ ജീവിക്കുന്നവനായിരിക്കും. എന്നാൽ മുനാഫിഖോ ജീവിതത്തിൽ തിന്മകളും വീഴ്ചകളും വരുത്തുന്നതോടൊപ്പം ഒരു പേടിയുമില്ലാതെ വ്യാമോഹങ്ങൾ വെച്ച്
വലിയ നിർഭയത്വത്തോടുകൂടെ ജീവിക്കുന്ന ആളുകളായിരിക്കും ആര്? കപടവിശ്വാസികളായ ആളുകളെന്ന് മഹാനായ ഹസനുൽ ബസ്വരി റഹിമഹുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പറയപ്പെട്ട ലക്ഷണങ്ങൾ ആദ്യമായി ഇതിന്റെ എന്തെങ്കിലും ഒരു അംശമെങ്കിലും നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കുകയും ഉണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നിന്ന് ശുദ്ധമാക്കി സംശുദ്ധമായ ഈമാനോടുകൂടെ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അതോടൊപ്പം ഈ ലക്ഷണങ്ങളുള്ള ആളുകളെ കുറിച്ച് ജാഗ്രത നമ്മൾ പാലിക്കണം. എന്തിനു വേണ്ടി? ഈ ഉമ്മത്തിന് കുഴപ്പം വരാതിരിക്കാൻ, ഈ ഉമ്മത്തിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മക്കൾക്കും പ്രയാസങ്ങളില്ലാതിരിക്കാൻ, നമ്മുടെ പരലോകത്തിന് ബാധിക്കാതിരിക്കാൻ, ദുനിയാവിലെ നിർഭയത്വമുള്ള ജീവിതത്തിന്, സ്വസ്ഥമായ ജീവിതത്തിന്, ഇബാദത്തുകൾ ചെയ്തുള്ള ജീവിതത്തിന്, അള്ളാഹുവിന്റെ ദീൻ പഠിച്ചുള്ള ജീവിതത്തിന് പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഈ ആളുകളിൽ നിന്ന് ജാഗ്രത പാലിച്ച് നമ്മൾ ജീവിക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.